Good morning, everyone. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് നമുക്ക് ഡ്യൂട്ടി അങ്ങേ കണ്ടത്തിലാണ്. എല്ലാവരും പോകാൻ റെഡി ആയിക്കൊള്ളുവിൻ. കണ്ടത്തിലോട്ടോ? ഞാനെങ്ങും ഇല്ല ഇന്ന്. അതെന്താ, നിനക്ക് വയ്യേ? എനിക്കെങ്ങും വയ്യ ആ കണ്ടത്തിലെ ചെളി കിടന്ന് ഉരുളാനായിട്ട്. ഓഹോ, അത് കൊള്ളാലോ. അപ്പൊ ബാക്കി ആർക്കും ദേഹത്തെ ചെളിയൊന്നും ആകില്ലെന്നാണ് ഓർത്തേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വേഗം റെഡി ആയിക്കോ. ആ എങ്കിൽ ശരി, ഞാൻ വരാം. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ പോലെ ആ സുധാകരന്റെ പറമ്പിൽ കയറി ചീരയും വാഴയും ഒന്നും തിന്നാൻ നിൽക്കേണ്ട. അതെ അതെ, അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നാ കേട്ടെ. പല രാത്രിയിലും ഞാൻ വെടിയൊച്ച കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആര് പോകുന്നു അയാളുടെ പറമ്പിലോട്ട്? അവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു ചുന്ദരി കോത. അവളുടെ വിചാരം അവൾ ഐശ്വര്യാറായി ആന്നാ. ഒട്ടും കുശുമ്പില്ല അല്ലേ നിനക്ക്? ദിവസം 20 ലിറ്റർ പാല് കിട്ടുമെന്നാ കേട്ടെ. ആട്ടെ, നിനക്ക് ഈ ന്യൂസൊക്കെ എവിടുന്നായി കിട്ടുന്നേ? അക്കരയിലെ ഗോമതി പശു പറഞ്ഞതാ. ആ പേരും പറഞ്ഞ് ആ പാവത്തിന് കുറേ അടി കിട്ടുന്നുണ്ട്. കഷ്ടം തന്നെ ഗോമതിയുടെ കാര്യം. ഓ പിന്നെ, തള്ളി മറയ്ക്കാതങ്ങോട്ട്. ഈ മാതാമ പശുവൊക്കെ എന്നെ പോലെ നാടൻ പശുവിൻ്റെ അത്രയും വരുവോടി? അതെ അതെ. ദേ നോക്കടി, അവള് വരുന്നുണ്ട്. ഓ, നിങ്ങൾ ഇന്ന് നേരത്തെ എത്തിയോ ഫ്രണ്ട്സ്? ഓ സോറി ഗൈസ്, ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ദിവസവും 20 ലിറ്റർ പാല് കൊടുക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് ലേറ്റ് ആകും. ഹോ ഹോ ഹോ. ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? ഏ ഓ, ഇവിടെ ചിലരൊക്കെ ഉണ്ടടി, കഷ്ടി 1-2 ലിറ്റർ കിട്ടിയാലായി. വിദേശിയുടെ അത്രയും വരുമോടി ഈ നാടനൊക്കെ. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, ഇനി പഞ്ചായത്ത് വഴി നാടൻ പശുക്കളൊന്നും അല്ല വരാൻ പോകുന്നത്. ഫോറിനാ, ഫോറിൻ. അപ്പൊ ചിലരുടെയൊക്കെ കാര്യം അങ്ങ് തീരുമാനത്തിലാകും. പാലി കുറെ വെള്ളവും ചേർത്ത് അത് 20 ലിറ്ററാക്കി നീ നിന്റെ മുതലാളിയും കൂടെ നാട്ടുകാരെ പറ്റിക്കുന്നതിൻ്റെ അത്ര ഒന്നും വരത്തില്ല മോളെ. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, കൂളാവുന്നേ. ഞാൻ ചേച്ചിയെ ഉദ്ദേശിച്ചൊന്നും അല്ലെന്നേ പറഞ്ഞത്. എങ്കിലേ ഞാൻ പോയിട്ട് പിന്നെ വരാം. നമുക്ക് പിന്നെ കാണാവേ. ബായ്. ഓ, ശല്യം പോയി കിട്ടി. ഹോ, ഒരു ദിവസം ഒന്ന് കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാണണം ദൈവമേ.
എണീക്ക് എണീക്ക്, എല്ലാവരും ഒന്ന് പെട്ടെന്ന് എണീറ്റേ. എണീക്ക് എണീക്ക്. ആ എന്നാടി, എന്നാ നിനക്ക്? നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. നമ്മുടെ മുതലാളി ദേ ഒരു പുതിയ ആടിനെയും കൂടി വാങ്ങിച്ച് ഇപ്പൊ വണ്ടിയിൽ കൊണ്ട് ഇറക്കിയതേ ഉള്ളൂ. പോടി വിവരക്കേട് പറയാതെ. നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ഞാൻ തോമ, ആട് തോമ. തോമയോ? അതിന് നീ ഏതാടാ കൊച്ചേർക്ക? അതൊക്കെ നിങ്ങളുടെ മുതലാളിയോട് ചോദിക്കേണ്ട കാര്യം. ഷോ, ഈ കൂട്ടിനാണോ നിങ്ങളുടെ താമസം? എൻ്റെ മുതലാളി ഇത്ര ദരിദ്രവാസിയായിരുന്നു. ഷോ, ഒരു AC പോയിട്ട് ഫാൻ പോലുമില്ല. ഞാനങ്ങ് ദുബായിൽ നിന്ന് വന്നതാണേ. എനിക്കതൊന്നും ഇല്ലാതെ പറ്റില്ല. അതൊക്കെ നീ പോയി മുതലാളിയോട് പറ. അല്ല പിന്നെ ഞങ്ങൾക്ക് അതിനെന്തോ വേണം? ഇവൻ ദുബൈയിൽ എന്താ പട്ടിണിയായിരുന്നോ? അവന്റെ ഒരു ആർത്തി കണ്ടില്ലേ? ഇതെന്റെ തീറ്റയാടാ ആർത്തി പണ്ടാരമേ. അയ്യോ എന്റെ ദൈവമേ. അയ്യോ അയ്യോ. അതെ അതെ, എണീക്ക്. ആ ആർത്തിപ്പണ്ടാരം എണീക്കുന്നതിന് മുൻപ് നമുക്ക് വല്ലതും കഴിക്കണ്ടേ? അതെ, വാ പോകാം. എന്റെ ദൈവമേ, ഈ തീറ്റിപ്പണ്ടാരം ഇതെപ്പ എണീറ്റു? ഇനിയിപ്പൊ നമ്മൾ എന്ത് തിന്നും? ഹോ, ഇവനെ കൊണ്ട് ശല്യമായല്ലോ. ഇവന്റെ വയറ്റിൽ കൊക്കോപ്പുഴുവല്ല, അനാക്കോണ്ടയാ, അനാക്കോണ്ട. ഇവൻ ആടുതോമയൊന്നുമല്ല, ഏതോ പട്ടിണി കിടന്ന ദരിദ്രവാസ തോമയാ. ഓ, നമുക്കിന്നും കണ്ടം തന്നെ ശരണം. ഹാ. ദേ നോക്കടി, ആ ചെകുത്താൻ ഇവിടെയും വന്നോ? ഏ, ഇവൻ എന്തായി കാണിക്കുന്നത്? ആ സുധാകരന്റെ പറമ്പിലാണല്ലോ നിൽക്കുന്നേ. ഇവന് ശരിക്കും ഒന്ന് കിട്ടും. തോമയ്ക്കിന്നൊരു വെടി ഉറപ്പാ. അയ്യോ, ഓടിക്കോ, ദേ സുധാകരൻ വരുന്നുണ്ട്.
എന്റെ ദൈവമേ, എന്തൊരു ഓട്ടമായിരുന്നു! ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നേ വെടിയുണ്ട് നമ്മുടെ ചങ്കത്തിരുന്നേനെ. ആ സുധാകരന്റെ പറമ്പിൽ പോകരുതെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്റെ മുതലാളി, ഈ തലതെറിച്ചത് 3 ആ സുധാകരന്റെ പറമ്പിൽ കയറി കാണിക്കാത്തൊന്നുമില്ല. ഞാൻ പല തവണ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാ. അപ്പോൾ ആര് കേക്കാൻ? ആഹാ, പറഞ്ഞാൽ കേൾക്കത്തിനെയൊക്കെ ഇന്ന് പട്ടിണി കിടന്നാൽ മതി. അല്ല പിന്നെ. എടാ ദ്രോഹി, നീ പണിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾക്കിട്ട് തന്നെ പണിഞ്ഞല്ലോ. അതെ, എല്ലാരും ഉറങ്ങിയോ? ഇല്ല, എന്തേ? ആ ദരിദ്രവാസി തോമ നാളെ എണീക്കുന്നതിന് മുന്നേ നമുക്ക് എണീക്കണം. ഓക്കെ, ഡൺ. ഇന്ന് യാതൊരു കാരണവശാലും നമ്മുടെ ഫുഡ് ആ ദരിദ്രവാസിക്ക് കൊടുക്കരുത്. എല്ലാവരും റെഡി അല്ലേ? റെഡി. ഞാനും റെഡി. എടാ തീറ്റിപ്പണ്ടാരമേ, ഞങ്ങളുടെ ഫുഡ് എങ്ങാനും നീ തിന്നാലുണ്ടല്ലോ, ഞങ്ങൾ ആരാണെന്ന് നീ അറിയും. ശരി, ഞാൻ തിന്നുന്നില്ല. എന്നാലേ നീയും തിന്നണ്ട. അയ്യേ, അപ്പി. ഇവൻ വെറും തറയാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഒരു പാഠം പഠിപ്പിക്കണം. ഇന്നാ പിടിച്ചു. നിനക്ക് ഭാഗ്യമുണ്ടടാ. അതല്ലേ എന്റെ ഉണ്ട പാളിപ്പോയത്. ഏ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ മേലാൽ എന്റെ പറമ്പിൽ കയറരുതെന്ന്. അയ്യോ മുതലാളി, ഞാനിവിടെ പുതിയതാ കേട്ടോ. എന്നെ ഒന്നും ചെയ്യല്ലേ. അറിയാതെ പറ്റിപ്പോയതാണേ. എന്നെ വെറുതെ വിടണേ. എണീറ്റ് പോടാ. ഇനി നിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്. പിന്നെ നിന്റെ മുതലാളിയോട് പോയി പറഞ്ഞേക്ക് ഈ സുധാകരനോട് കളിക്കരുതെന്ന്. അയ്യോ, ആയിക്കോട്ടെ മുതലാളി, ഇനി ആവർത്തിക്കില്ല. ഓ മൈ സില്ലി ബോയ്, ഇത്രയ്ക്ക് പേടിത്തൂറിയായിരുന്നോ ഏ? നീ? എന്റെ പേര് സുന്ദരി. ഈ നാട്ടിലെ ഒരേ ഒരു വിദേശ പശുവാണേ. മുതലാളിയുടെ കണ്ണിലുണ്ണിയാണ് ഞാൻ. ഏ ഹോ ഹോ, ആണോ? അല്ലേലും ചേച്ചി ആടിപ്പൊടിയല്ലേ. അവിടെ ഉണ്ട് ഒരെണ്ണം, ഒരു തള്ള ചിപ്പശു. നാക്കെടുത്ത ചേച്ചിയുടെ കുറ്റം പറയാനേ ആ തള്ളയ്ക്ക് നേരമുള്ളൂ. ഏ, ആണോടാ? ഉള്ളത് പറയാലോ എന്ത് ചേച്ചി. ഞാനങ്ങ് ദുബായിന്ന് വന്നതാണേ. നമ്മളെ പോലെ വിദേശികളെ ഒന്നും ഇവറ്റകൾക്ക് കണ്ണെടുത്താ കണ്ടുവിടുന്നേ. ഹും.
ഇപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനേ അസോസിയേഷൻ പ്രസിഡന്റാ. ആ കാണിച്ചു കൊടുക്കണം ചേച്ചി അങ്ങോട്ട്. പിന്നെ ഒരു കാര്യം, എനിക്ക് ആ വാഴപ്പഴം കണ്ടിട്ട് കൊതിയാവുന്നു. ഒരെണ്ണം പറിച്ചു തരുമോ ചേച്ചി? നോ വേ. പോയേ പോയേ. ഇതേ ഞങ്ങൾക്ക് മാത്രമുള്ളതാ. ഇതിൽ നിന്നും ഒരെണ്ണം പോലും തരില്ല മോനെ. ദേ വാണം പോലെ പോയവൻ തിരിച്ചു വരണുണ്ടല്ലോ. പുതിയ മുഖം, ഇനി ഒരു പുതിയ മുഖം, പുതിയ മുഖം, ഇനി ഒരു പുതിയ മുഖം. ഷോ, അപ്പൊ ആ വെടിയുണ്ടേയും വേസ്റ്റ് ആയി പോയി. ചത്തിട്ടില്ല. അങ്ങനെയൊന്നും ചാവില്ല ഈ തോമ. നീയൊക്കെ വിചാരിച്ചല്ലേ ആ സുധാകരൻ എന്നെ തട്ടിക്കളഞ്ഞെന്ന്? എന്നാ കേട്ടോ മക്കളെ, അങ്ങേരെന്നെ ഒന്നും ചെയ്തില്ല. ഒരു പാവം മനുഷ്യൻ എനിക്ക് അവിടുത്തെ വാഴപ്പഴമൊക്കെ കഴിക്കാൻ തന്നു. പിന്നെ എന്നെ ചവിട്ടിയത് ആരാണേലും അവർക്കുള്ള പണി വരുന്നുണ്ടാവർ ആച്ചാ. ഒന്ന് പോടാ. അവൻ ആ സുധാകരന്റെ പറമ്പിലെ വാഴപ്പഴത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ, ആ പഴങ്ങൾ തിന്നാൻ ശരിക്കും ഞാനും കൊതിച്ചിട്ടുണ്ട്. എന്തു മുഴുത്ത പഴങ്ങളല്ലേ അത്. അതെ, നമ്മുടെ തൊഴി കൊണ്ട് ഉപകാരപ്പെട്ടത് അവന്. ഹ. ഓ, എന്നെ ഒന്ന് നോക്കിക്കേ. ഞാൻ ആകെപ്പാടെ അങ്ങ് ക്ഷീണിച്ചു പോയി. ആ, ദിവസവും 10 മുട്ടയിട്ടോണ്ടിരുന്ന ഞാനാ ഇപ്പൊ 5 ഇടുന്നുള്ളൂ. ഇങ്ങനെ പോയാ എന്റെ കാര്യം പോക്കാ. അത് ശരി, നിനക്ക് മാത്രമുള്ളോ ഈ പോഷകാഹാരക്കുറവ്? ഞങ്ങൾക്കുമുണ്ട്. അതെങ്ങനെയാ? നമ്മുടെ തീറ്റയുടെ പാതിയും ആ തോമയല്ലേ തിന്നുന്നത്. പിന്നെങ്ങനെ നമ്മൾ ക്ഷീണിക്കാതിരിക്കും? എന്താ ഒരു ചീഞ്ഞ മണം വരുന്നത്? അയ്യോ, എന്തൊരു ചീഞ്ഞ മണവാ. ഈ ദരിദ്രവാസി കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല. എടുക്കെടുക്ക്, എന്റെ ഷെയർ എങ്ങെടുക്ക്. ഷെയറുമില്ല, ഒരു കുന്തവുമില്ല. ഇതൊക്കെ ഞങ്ങളുടെ 3 പേരുടെ മാത്രവാ. ഇനി ഞങ്ങളെ തീറ്റ നീ തിന്നാൻ വന്നാലുണ്ടല്ലോ, നീ പോയേ നിന്റെ കൂട്ടുകാരൻ സുധാകരന്റെ പറമ്പിലെ പഴങ്ങൾ തിന്ന്. ഓ ശരി തമ്പുരാട്ടി, ഞാൻ തിന്നുന്നില്ല. നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോടാ. കൊച്ചു കള്ളികളെ, നിങ്ങൾക്കും പടങ്ങൾ തിന്നാൻ കൊതിയുണ്ടല്ലേ? നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നിങ്ങൾ പോയി തിന്നോന്നേ. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വച്ചേക്കുമല്ലേ. എന്റെ പൊന്നോ, ഞാനില്ലേ. എനിക്ക് എന്റെ ഈ കഞ്ഞിയും കാടിവെള്ളവും ഒക്കെ മതിയേ. ഓ, ഇവന്റെ ഈ സംസാരം കേൾക്കുമ്പോ ഒരു ചീമുട്ടെടുത്ത് അവന്റെ വായി കുത്തി കയറ്റാൻ തോന്നുന്നത്. ഇവനെ വിശ്വസിക്കാമോ? അല്ലേ, നമുക്കൊരു കൈ നോക്കിയാലോ?
സുധാകരന്റെ തോട്ടത്തിലെ പഴങ്ങൾ കണ്ടിട്ട് കൊതിയാകുന്നു. ഹേയ് ഗായ്സ്, നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണ്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. അതിനവൾക്ക് കണ്ണൊന്നും കാണത്തില്ലല്ലോ, വെറും മേക്കപ്പ് മാത്രമല്ലേ ഉള്ളൂ. ദേ പെണ്ണുമ്പിള്ളേ, കൂടുതൽ ചൊറിയാൻ നിക്കരുതേ. വയസ്സ് കുറെ ആയല്ലോ. എന്നെ പോലെയുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക ആദ്യം. സീനാണല്ലോ. ഇന്ന് ഞാനൊരു കാലക്കും എൻ്റെ കറവേട്ടാ. ദേ, നിങ്ങൾ സുന്ദരിയൊക്കെ തന്നെ. പക്ഷേ പ്രായമായവരെ ഇങ്ങനെ പരിഹസിക്കരുത് കേട്ടോ. ഭാ, നിർത്തടാ. ആർക്കാടാ ഇവിടെ പ്രായമായത്? ഒരു വലിയ അസോസിയേഷൻ പ്രസിഡന്റ് വന്നേക്കുന്നു. നീ വലിയ പ്രസിഡന്റ് ആണെങ്കിലേ എനിക്കൊരു കുന്തവും ഇല്ല. നീ പോയി കേസ് കൊടുക്ക്. ആ, ഞാൻ കൊടുക്കും. എന്റെ ദൈവമേ, ഈ കൊലയിലെ പഴങ്ങളെല്ലാം ഇതെവിടെ പോയി? ചേച്ചിയേ, എന്തു പറ്റി? മുഖം വല്ലാതെ ഇരിക്കുന്നു. ചേച്ചിയുടെ സങ്കടത്തിന് കാരണമായോരെ എനിക്കറിയാം. അത് അവര് തന്നെയാ. ചേച്ചിയില്ലാതെ തക്കം നോക്കി അവര് പഴങ്ങൾ തിന്നുന്നത് ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. എടിച്ച അതിശികളെ, ഈ സുന്ദരി ആരാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ എത്ര കാലം ഇവന്റെ അടിമയെ പോലെ ജീവിക്കും? നമ്മൾ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം നമ്മുടെ തലയിലാകും അവസാനം. എന്താണ് ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല. വിശക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ? നല്ല മുഴുത്ത പഴങ്ങൾ ആ സുധാകരന്റെ പറമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ വിശന്നു വരങ്ങി നിൽക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ?
ഇല്ല. ഞങ്ങളില്ല. അപ്പൊ ശരിയാണല്ലേ ആ സുന്ദരി പശു പറഞ്ഞത്? ചേച്ചിക്കൊരു കഴിവുമില്ലെന്ന്, വെറും പേടിത്തൂറിയാണെന്നാ പറഞ്ഞേ. പോട്ടെ ചേച്ചി, സാരമില്ല. ദൈവം ചേച്ചിക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അഹങ്കാരി. അവളെ ഞാൻ എന്തോ ചെയ്യാൻ ചെന്നു? അവളുടെ കുടുംബത്തിൽ കയറി ചെന്നോ? ഇല്ലല്ലോ. ആർക്കാ കഴിവുള്ളതെന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. നിങ്ങൾ ആള് കൊള്ളാലോ. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തലയിൽ കയറിയിരുന്ന് മുടി വെട്ടുന്നോഹേ. പശുച്ചേച്ചിക്ക് കഴിവില്ലെന്ന് നീ തോമയോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ പറമ്പിൽ കയറി പഴങ്ങൾ കട്ട് തിന്നുന്നത് നല്ല കഴിവ്. അത് നിങ്ങൾ ഓർത്തോ? ഹേ, കട്ട് തിന്നോ? ആര്? ആരാന്നോ? നിങ്ങള് 3 പേരും. മനസ്സാ രാജ കർമ്മ ഞങ്ങൾ ചെയ്യാത്ത കാര്യം പറഞ്ഞാണ്ടല്ലോ. ഏ, എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഇത് എന്നെ ഈ പറയുന്നേ? ഓ, നീ വലിയ ശീലാവധി ചമയൊന്നും വേണ്ട. തോമ വന്ന് എല്ലാം എന്നോട് പറഞ്ഞു. ഓഹോ, അപ്പോൾ അവൻ പറഞ്ഞത് കേട്ടിട്ടാണല്ലേ ചേച്ചി ഇവിടെ വന്നിപ്പോ തുള്ളുന്നത്? ഞാൻ ചേച്ചി കരുതുന്ന പോലെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് എല്ലാം ആ തോമയുടെ പണിയാണെന്നാ. എനിക്ക് അവനെ അപ്പോഴേ സംശയമുണ്ടായിരുന്നു. ഇവിടുത്തെ വാഴപ്പഴങ്ങൾ ആരൊക്കെയോ മോഷ്ടിച്ച് തിന്നുന്നുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ തോമ പറഞ്ഞത് നിങ്ങളാണെന്നാ. ഏ, ഓ, നന്നായി പഴം തിന്നാഞ്ഞത്. അതെ അതെ, അല്ലെങ്കിൽ അവനത് നമ്മുടെ തലയിലാക്കിയേനെ. ഓഹോ, അപ്പോഴങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്. കാര്യം നമ്മൾ അടിയൊക്കെ ആണെങ്കിലും പുതുതായി വന്ന ഒരുത്തനും ഇവിടെ അഹങ്കരിക്കണ്ട. നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കണം. അങ്ങനെയെങ്കിൽ അവനുള്ള പണി ഞാൻ കൊടുക്കാം. ഹായ് തോമ, എന്തുണ്ട് വിശേഷം? ഏ, എന്തു പറ്റി? നീ ആകെ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അതെ ചേച്ചി, ഇവിടുത്തെ ഫുഡ് ഒന്നും അത്ര സുഖമില്ലെന്നേ. എനിക്ക് നല്ല പോഷകാഹാരക്കുറവുണ്ടല്ലേ ചേച്ചി. തേ, എന്റെ മുഖം ഒന്നും നോക്കിയേ, ആകെ അങ്ങ് വിളറി. ഷോ. അയ്യോ പാവം. എന്നാലേ നീ ഒരു കാര്യം ചെയ്. ദേ ആ ചാക്കിൽ നിറയെ നല്ല പഴുത്ത പഴങ്ങളുണ്ടേ. നീ പോയി വേഗം വയറ് നിറച്ചു തിന്നോ. നിന്റെ ആ കുറവങ്ങ് പോട്ടെ. ഏ, ഇവൾക്ക് ഇതെന്ത് പറ്റി? ശരി സുന്ദരിക്കുട്ടി, താങ്ക് യു സോ മച്ച്. ഏ, അയ്യോ, ചത്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അയ്യോ.
അയ്യോ എന്റെ കുണ്ടിയെല്ലാം പോച്ചേ